ഡോഗ്സ് ടോക്കണിൻ്റെ എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കേണ്ടാത്ത ഒന്നാണ്. പുതിയതായിട്ട് വന്ന ഒരു സംഭവമാണ് പോസ് ടോക്കൺ. അപ്പോൾ ഇത് 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും, ഇത് ഇന്ന് 5ാമത്തെ 6ാമത്തെ ദിവസം കണ്ടാണ്. 6 ദിവസം കഴിഞ്ഞപ്പോഴേക്കും 1 മില്യൺ ഫോളോവേഴ്സും 1 മില്യണിൽ കൂടുതൽ മന്ത്ലി യൂസേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഭയങ്കര ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഡോഗ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. കാരണം അതുപോലെ തന്നെയാണ് കണ്ട് ഞാൻ ഇൻ്റർഫേസൊക്കെ, വേറെ ഒന്നും പ്രത്യേകിച്ച് അറിയാനില്ല. പിന്നെ ഇത് മോസ്റ്റ് ആൾക്കാർക്കും കിട്ടുന്നുണ്ട്. ഡോഗ്സ് പോലെയല്ല, ഡോഗ്സ് കുറേ പേർക്കൊന്നും കിട്ടിയില്ല. പക്ഷേ ഇത് ടെലിഗ്രാം കുറേ നാളായിട്ട് യൂസ് ചെയ്യണ മിക്കവർക്കും കിട്ടുന്നുണ്ട്. പിന്നെ ഡോഗ്സ് എയർ ഡ്രോപ്പ് കിട്ടിയവർക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ അത് എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യണേ, എന്താണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ, ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എൻജോയ് ടു ദ സെൻകെ, നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബോട്ടിലേക്ക് വരാൻ പറ്റും. ബോട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് എന്ന് ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോസിൻ്റെ ടെലിഗ്രാം ബോട്ട് ഓപ്പൺ ആയിട്ട് വരും. ടെലിഗ്രാം ബോട്ട് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യണ കൂട്ട് തന്നെ, അതായത് നമ്മുടെ ഡോഗ്സ് ക്ലെയിം ചെയ്ത കൂട്ട് തന്നെ, ഡോഗ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും ഇൻ്റർഫേസ് വേണ്ടത്. അതിൽ നിങ്ങളുടെ ഇത് കാണിച്ചിട്ടുണ്ടാവും, ഫുട് പ്രിൻറ്റ് മാപ്പ് കാണിച്ചിട്ടുണ്ടാവും. ന്യൂ ട്രയൽസ് കമ്മിങ് ഗോട്ട് ഇതുണ്ടോ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ഫുട് പ്രിൻറ്റ്സ് കാണാൻ പറ്റും. ഈ ഫുട് പ്രിൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോരം നാൾ ടെലിഗ്രാമിൽ നിങ്ങൾ എന്തോരം നാളായിട്ടുണ്ട് എന്നുള്ളത് കണക്കാക്കിയിട്ടുണ്ടാവും. പിന്നെ ഡോഗ്സിൻ്റെ എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് എത്ര കിട്ടി, നോട്ടിൻ്റെ എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് എത്ര കിട്ടി, ഹാംസ്റ്ററിൻ്റെ എയർ ഡ്രോപ്പ് എത്ര നിങ്ങൾക്ക് കിട്ടി, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അതിന് കുറേ എയർ ഡ്രോപ്പുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത് വന്നേക്കുന്നത്. അതായത് ഈ ഒരു പോസിൻ്റെ എയർ ഡ്രോപ്പ് വന്നേക്കുന്നത്. ഈ റാങ്കിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നമ്മൾ കണ്ട ഒരു ഫുട് പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഹയസ്റ്റ് റിവാർഡ് പെർ യൂസർ, മിനിയാപ്പ് വിത്ത് ഹയസ്റ്റ് റിവാർഡാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോഗ്സ് എനിക്ക് 58,000 ഡോഗ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദാറ്റ്സ് മോർ ഡോഗ്സ് ദാൻ 90% ഓഫ് യൂസേഴ്സ്. പിന്നെ ഹാംസ്റ്ററിൻ്റെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ടെലിഗ്രാമിൽ നമ്മൾ എത്ര ദിവസമായിട്ട് ഉണ്ടെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കണക്കാക്കിയിട്ടാണ് നമുക്ക് ഈ ഒരു റിവാർഡ് വന്നത്, ഈ 15,352. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലീഡർ ബോർഡ് കാണാൻ പറ്റും. ലീഡർ ബോർഡിൽ നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ റാങ്ക് എന്ന് വെച്ചാൽ 35 ലക്ഷമാണ് എൻ്റെ റാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇഷ്ടംപോലെ പോസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനെ കാണാൻ പറ്റും. പിന്നെ ഇൻവൈറ്റ് കൊടുത്തിട്ട് നമുക്ക് അവർക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ഒരു ചെറിയൊരു 10% ഓഫ് ഫ്രണ്ട്സ് പോയിൻ്റ് നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ കണക്റ്റ് വാലറ്റ്, ഇൻവൈറ്റ് ഫ്രണ്ട്സ്, 10 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് 5,000 പോസ്, ട്വിറ്ററിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 2,000 പോസ്, ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1000 പോസ്. അപ്പോൾ സ്റ്റാർട്ട് അടിച്ചിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. സ്റ്റാർട്ട് അടിച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 1000 പോസ് ഇവിടെ അപ്ഡേറ്റ് ആയി വരും. പിന്നെ ട്വീറ്റ് അബൌട്ട് പോസിനെ കുറിച്ച് ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് 2,000 പോസ് കിട്ടും. സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്വിറ്റർ നമുക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ട്വിറ്ററിൽ ലൈക്സ്, പിന്നെ ട്വിറ്ററിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 2,000 പോസ്. അത് സ്റ്റാർട്ട് അടിച്ചിട്ട് ഫോളോ അടിച്ചിട്ട് ചെക്ക് അടിച്ച് കഴിഞ്ഞാൽ അതും റെഡി ആയിട്ട് കിട്ടും. പിന്നെ ഇവിടെ കണക്റ്റ് വാലറ്റാണ്. കണക്റ്റ് വാലറ്റിൽ നമ്മൾ സ്റ്റാർട്ട് അടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഓൾറെഡി നമുക്കുള്ള കണക്റ്റ് വാലറ്റുകൾ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഒരുപാട് കിട്ടും. ഇപ്പോൾ ഞാൻ മൈടോൺ വാലറ്റാണ് കണക്ട് ചെയ്യുന്നത്. മൈടോൺ വാലറ്റ് കണക്ട് ചെയ്തു. ഇതിങ്ങനെ കണക്റ്റ് അടിക്കുകയാണ്. ഓക്കെ, അത് കണക്റ്റ് ആയി. ഇനി ഇപ്പുറം കഴിയുമ്പോൾ അത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ക്ലെയിം അടിക്കുക. ക്ലെയിം അടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ 3,000 പോസ് കിട്ടി. അപ്പോൾ മൈടോൺ വാലറ്റ് ഡീസെൻട്രലൈസ്ഡ് വാലറ്റാണ്. നമ്മൾ ഡോഗ്സ് ചെയ്തവർക്ക് അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ വിഡ്രോവൽ വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആയിരിക്കും വിഡ്രോവൽ തന്നെ. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തതുകൊണ്ട്. പിന്നെ നമുക്ക് ഡോഗ്സ് വന്നപ്പോൾ നമുക്ക് ബൈനാൻസും കൂടി വന്നായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ബൈനാൻസിലേക്ക് നമുക്ക് ഡയറക്റ്റ് വിഡ്രോ ചെയ്യായിരുന്നു. അപ്പോൾ അതുപോലെ ഇതിൽ വരുവാണെങ്കിൽ അതുപോലെ നമുക്ക് ചെയ്യാം. ഇവിടെ ഫോളോ ചാനലിൻ്റെ പെൻഡിങ് ആണ് കാണിച്ചത്. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും അപ്ഡേറ്റ് ആവാനായിട്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് വേറെ നമുക്ക് ട്വിറ്ററും ഇതൊക്കെയാണ്. പിന്നെ ഇൻവൈറ്റ് 10 ഫ്രണ്ട്സാണ്. പിന്നെ ഇവിടെ പാർട്ട്നേഴ്സ് നോക്കി കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിൻ്റെ ക്വസ്റ്റ്സ് ഒന്നുമില്ല.
അപ്പോൾ ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളൂ. ഇതിൽ കൂടുതലൊന്നും വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇവിടെ ജോയിൻ അവർ കമ്മ്യൂണിറ്റിയിൽ ചെയ്യാൻ നേരത്തെ നമ്മൾ ജോയിൻ ചെയ്ത ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ട്വിറ്റർ ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ജോയിൻ ചെയ്യുക, എല്ലാവർക്കും കിട്ടുന്നതാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ജസ്റ്റ് ക്ലെയിം ചെയ്ത് വയ്ക്കാം. ഡെയിലി ഓപ്പൺ ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ഡെയിലി ഓപ്പൺ ചെയ്ത് ഒന്നും ചെയ്യാനില്ല ഇതിൽ ജസ്റ്റ് ഏണിലുള്ള ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള എല്ലാ ഗുണങ്ങളും വരുത്താം. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.